ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അർജൻറ്റായിട്ട് കിട്ടിയ ഒരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സെറ്റപ്പ് ആക്കിയതാണ് ഐറ്റംസും കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടി പോവാണ്. അനിയത്തിയും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ മോളും ഉമ്മയൊക്കെ ഉണ്ട്. അവരെ ഹോസ്പിറ്റലിൽ ഇറക്കാണ്ട് സിസ്റ്ററിൻ്റെ മോള് നമ്മളെ കൂടെ ഉണ്ട്. മോളാണ് എങ്ങനെ സർപ്രൈസ് ചെയ്യണം, കുറച്ച് പ്രാങ്ക് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ജെസിയാണ് കേട്ടോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കേക്ക് നമ്മൾ സ്ഥിരം ഷോപ്പിൽ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി കേക്ക്സ് ആണ് കേട്ടോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ സ്ഥിരം അവിടെ തന്നെയാണ് കൂടുതലും പർച്ചേസ് ചെയ്യല്. ലോങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ലോങ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് കൊണ്ടുപോകാനൊക്കെ. പിന്നെ നമ്മൾ വേറെ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിയത്തിക്ക് ഈ ഒരു കേക്ക് വേണം പറഞ്ഞിട്ട് നമ്മൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവിടെ നിന്ന് കേക്ക് പിക്ക് ചെയ്ത് മഞ്ചേരി അനിയത്തിനെയും ഉമ്മാനെയും അവിടെ ഇറക്കി നമ്മൾ പിന്നെ അങ്ങനെ നമ്മൾ നേരെ ലൊക്കേഷനിലേക്ക് പോയിട്ട് അതിന് മുന്നേ നമുക്കൊരു ചായയും കുറച്ച് കടിയൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഔട്ട്ഫിറ്റ് നമ്മൾ ജെസി ത്രെഡ്സ് എന്നാണ് അതൊരു ബിറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, പിന്നെ ഒരു ബെല്ല വീറ്റിന്റെ അടിപൊളി പെർഫ്യൂമും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. അതായത് ആളുടെ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ആൾ അവിടെ ഇല്ല. അങ്ങനെ നമ്മൾ എന്താ ചെയ്യാന്നുള്ള ഒരു ടെൻഷൻ. ആൾക്കൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിന് വേണ്ടി പോയത്. ഹസ്ബൻഡിന്റെ വകയാണ്. ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് തന്നെ ആൾക്ക് അറിയില്ലല്ലോ വീട്ടിലുണ്ടോ ഇല്ലേ. അങ്ങനെ പിന്നെ എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തു, ആളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് പ്രാങ്കിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആള് ക്യാഷ് വാങ്ങിച്ചിട്ട് തിരിച്ച് തന്നിട്ടില്ല. അങ്ങനെ ഈ വൈഫാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കൂല, അങ്ങനെയൊക്കെ ചെയ്യൂല എന്നാണ് ആള് പറയുന്നത്. അങ്ങനെ ആള് വിശ്വസിച്ചില്ല. അങ്ങനെ ഞാനും ജെസിയും പുറത്താണല്ലോ. ഞങ്ങൾ രണ്ടാളും പോയി ആളെ സർപ്രൈസ് ചെയ്തു. ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ആൾക്ക് സർപ്രൈസ് കിട്ടുന്നത് പറഞ്ഞ ഫുള്ളി സർപ്രൈസ് ആയിരിക്കും. എന്റെ വീഡിയോ ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. 16 വർഷം ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ആള് ഒരിക്കലും ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആള് ഒത്തിരി ഹാപ്പി ആയിരുന്നു. കൂടെ ഇങ്ങനെ ഓർത്ത് ചിരിക്കുന്നു. ഒരു സർപ്രൈസ് ആയിരുന്നു. ആളെ ഹസ്ബൻഡാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, പ്രാങ്ക് ഒക്കെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. ആളും ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആള് നമുക്ക് നല്ല ഇളനീർ ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആളെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടൊക്കെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ടുള്ള സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ആളെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അടിപൊളി സർപ്രൈസ് ഒക്കെ ആയി. നമുക്കും ആള് നന്നായിട്ട് ഫ്രണ്ട്ലിയായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ട്രീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി ഒരു ദിവസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എത്ര ഉള്ളൂ.